മൂത്ത തേങ്ങ നല്ല ബ്രൗൺ നിറം ആകുന്ന വരെ വറുത്തെടുത്ത് അരച്ച് പലതരം വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അസാധ്യ രുചിയുള്ള തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. തീയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല മൂത്ത തേങ്ങ എടുത്തുണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഇളം തേങ്ങയെക്കാളും രുചിയും ഗുണവും ഉള്ളത് നല്ല മൂത്ത തേങ്ങ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ്. ഒരിടത്തരം മൂപ്പുള്ള ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അരമുറി മാത്രം തേങ്ങ മതി നമുക്കിന്ന് തീയൽ ഉണ്ടാക്കാനായിട്ട്. പലതരം വെജിറ്റബിൾസ് ഒരുമിച്ചിട്ടോ അല്ലാതെ ഇപ്പോൾ കൊച്ചുള്ളി തീയൽ അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക തീയൽ, പടവലങ്ങ തീയൽ, അങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റബിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് പലതരത്തിൽ തീയൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് ഇവിടെ എല്ലാ വെജിറ്റബിൾസും പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഒരുമിച്ചിട്ടാണ് തീയൽ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അരമുറി പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇവിടെ കഴിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇടാം. മീൻസ് തീയലിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ്. തീയലിൽ അല്ലാതെ തന്നെ നമ്മൾ പുളിവെള്ളമോ അല്ലെങ്കിൽ ഡയറക്റ്റ് തേങ്ങയിൽ പുളിയോ ഒക്കെ ചേർത്താണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തക്കാളി ഇടുമ്പോൾ നോക്കിയിടണം. ഇവിടെ ഞാൻ പുളി കുറഞ്ഞ തക്കാളി ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതിയാവേ. 1 or 2 സവാള ഇടാം. ഞാനിവിടെ സവാള ഇട്ടെന്നേ ഉള്ളൂ. സവാളയെക്കാളും രുചി കൊച്ചുള്ളി ഇടുന്നതാണ്. കൊച്ചുള്ളിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി കൊച്ചുള്ളി ഇടണേ. ഒരു വലിയ വഴുതനങ്ങ ഞാനിവിടെ എടുക്കുന്നുണ്ട്. വഴുതനങ്ങ തീയലിട്ട അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. വഴുതനങ്ങ മാത്രം ഇട്ട് നമുക്ക് തീയലുണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വലിയ വഴുതനങ്ങ എടുത്തിരിക്കുന്നത്. ഇനി ഒരു അരമുറി കഷ്ണം ചേനയും കൂടെ എടുക്കാം. കഷ്ണത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഈ വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. കുറച്ച് കഷ്ണം മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ചീനച്ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തിരിഞ്ഞ് വെച്ചിരുന്ന തേങ്ങ, ഇനി ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി സവാള ഇടുന്നത്. സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാകട്ടോ നല്ലത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഇത് നല്ലതായിട്ട് വറുത്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വറുത്തതിന് ശേഷം ബാക്കി ലോ മീഡിയം ഫ്ലെയിമിൽ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇത്തരത്തിൽ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതുപോലെ ബ്രൗൺ ആക്കി എടുക്കാനായിട്ട്. വലിയ തീയിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞ ചുവ വരും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ആറിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നുകിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ സാധാ പോലെ പൊടിച്ചെടുത്താലും മതി. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം പുളിവെള്ളം ചേർക്കാനായിട്ട്. ഇനി ഈ പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചട്ടിയിൽ വേവിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതിയേ. വെജിറ്റബിൾസ് എല്ലാം ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തീയലിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അവിടെ തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. വിറകടുപ്പിൽ മൂപ്പിച്ചെടുത്ത തേങ്ങ അരകല്ലിൽ വെച്ച് അരച്ചെടുത്താൽ ഇതിലും നല്ല കളറ് കാണും. അത് മാത്രമല്ല മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിൻ്റെയും കൂടെ കൊണ്ടാണ് ഈ ഒരു കളറിൽ വരുന്നത്. പക്ഷേ ഇത്തരത്തിലുണ്ടാക്കുന്ന കറി അടുത്ത ദിവസം എടുക്കുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആയിക്കോളൂ കേട്ടോ. ഒന്ന് കടുക് ഇറക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സവാള എടുക്കുന്നത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇനി അതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വറുത്തെടുത്ത് ആ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കറി ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുമ്പോഴാട്ടോ അത് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും തൊട്ടടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.